ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 NMOC കോച്ചിങ്. സോ നമ്മൾ NMOC ഓരോ ക്ലാസ്സസ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയാൽ കാണാം, റൈറ്റ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, മെൻ്റൽ എബിലിറ്റി എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സോഷ്യൽ സയൻസിനെല്ലാം വരും. ഓക്കെ, സോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മൾ കൂടെ നിൽക്കുക. എന്ത് ചെയ്യുക, ആരും വീഡിയോസ് ഒന്നും പെൻഡിങ്ങിൽ ഇടരുത്. ഇടുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ശനി ഞായർ ഇന്നത്തെ ദിവസമൊക്കെ എന്ത് ചെയ്യാം, ബാക്കി വീഡിയോസൊക്കെ പോയിട്ട് കാണാം. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രീവിയസ് NMOCക്ക് വന്ന ക്വസ്റ്റ്യൻസും പ്ലസ് എന്ത് ചെയ്യണേ ടോപ്പിക്സും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ടോപ്പിക്സും കൂടി അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഉപകാരമാണ്. നമ്മളെ കൂടെ ഈ വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ ഒരുവിധം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, സോ മോക്ക് ടെസ്റ്റ് കൂടാതെ നമ്മൾ ഈ വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള റിലീസ് ചെയ്യുമ്പോഴുള്ള നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ, സോ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറാം. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾ NMOCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചാനൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എക്സ് ആൻഡ് വൈ ഫ്രീ ആയിട്ട് NMOC കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, സോ എല്ലാ സബ്ജക്റ്റും പഠിക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഓക്കെ, മെൻ്റൽ എബിലിറ്റി, സോഷ്യൽ സയൻസ്. ഓക്കെ, മാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റ് നമ്മൾ ഇക്കൊല്ലത്തെ വീഡിയോസ് എല്ലാം ഷാക്കിർ സാർ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ മുന്നത്തെ പ്ലേലിസ്റ്റ് പോയിട്ട് അവിടെ ഷഫീർ സാറുടെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, അതും കാണാം. കാരണം എന്താ, മാറ്റൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ സമയത്ത് എക്സാം കറക്റ്റായിട്ട് ഉത്തരം പെട്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മാറ്റ് നല്ല പ്രാക്ടീസ് വേണം. ഓക്കെ, ഇപ്പോൾ പഴയ വീഡിയോസും ഇപ്പോൾ വരുന്ന വീഡിയോസൊക്കെ കാണാം. സോ ഫിസിക്സിൻ്റെ കാര്യം എടുത്താൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിടാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പഠിച്ച്, യൂണിറ്റുകളും അളവുകളും, ചലനം, മോഷൻ പഠിച്ച്, റൈറ്റ്? സോ മൂന്നാമതായിട്ട് നമ്മുടെ ചാപ്റ്റർ ഫോഴ്സ് ആണ്, ബലം, റൈറ്റ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് മോഷൻ ആൻഡ് ഫോഴ്സ് എന്നാണ് ഒറ്റ ചാപ്റ്റർ ആയിട്ട് കൊടുത്തുള്ളത്. സോ നമ്മൾ NMOCക്ക് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഡിവിഷൻ നമുക്ക് വേണം, റൈറ്റ്? മോഷൻ റൈറ്റ്, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച്. ബലം നമുക്കറിയാണ് ഫോഴ്സ്, റൈറ്റ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഡിസ്കസ് ചെയ്ത് ന്യൂട്ടൺ, ക്യാപിറ്റൽ എന്നിലാണ് ഡിസ്കസ് ചെയ്യല്. ഓക്കെ, സോ ബലം, ഫോഴ്സ്, റൈറ്റ്? നമുക്ക് ക്വസ്റ്റ്യനിലൂടെ നമുക്കറിയാം, നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. വെൻ എ ബോഡി ഈ സ്റ്റേഷനറി, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ, ഒരു വസ്തു സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ, നമുക്കറിയാം വസ്തു സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ എപ്പോഴാണ് ഒരു വസ്തു സ്റ്റേഷനറിയിൽ അല്ലെങ്കിൽ റെസ്റ്റിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ കുറേ പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഡിസ്കസ് ചെയ്താണ്, റൈറ്റ്? ദി ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് ബാലൻസ് ഈച്ച് അതർ. അതാണ് ഉത്തരം. വസ്തുവിൽ പ്രയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ബലങ്ങൾ തമ്മിൽ സന്തുലിതാവസ്ഥയിലാണ്. സന്തുലിതാവസ്ഥയിൽ പറഞ്ഞാൽ ബാലൻസ് ചെയ്യണം, നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, റൈറ്റ്? അതായത് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ഒന്നുകൂടി പറയാം. നോക്കടാ, ഇവിടെ ഒരു വടംവലി മത്സരം നടക്കുകയാണ്. 300 ന്യൂട്ടൺ അങ്ങോട്ടും 300 ന്യൂട്ടൺ ഇങ്ങോട്ടും വലിച്ചാൽ എന്തുണ്ടാവില്ല, വടം എങ്ങോട്ടും മൂവില്ല, റൈറ്റ്? അല്ലെങ്കിൽ റോപ്പ് എങ്ങോട്ടും മൂവ് ചെയ്യില്ല. കാരണം എന്താ, ഇവിടെ ഫോഴ്സസ് ബാലൻസ് ആണ്. ഇവിടെ 300 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിലോ ഇങ്ങോട്ട് വടം മൂവ് ചെയ്യും, കാരണം ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പോഴാണ് മോഷൻ സംഭവിക്കുന്നത്, റൈറ്റ്? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് മോഷൻ സംഭവിക്കുന്നതെന്നെല്ലാം നമുക്കറിയാം, റൈറ്റ്? സോ ഇതിന് വേറൊരു കാര്യം പറയാളേ, ബലം ഒരു ഈസി ചാപ്റ്റർ ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, റൈറ്റ്? ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. സോ NMOCക്ക് ബലത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഫോഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, ഒരു ക്വസ്റ്റിനോ 1-2 ക്വസ്റ്റിനൊക്കെ നമ്മൾ എന്തുണ്ടാവും, നമ്മൾ ബലത്തിൽ നിന്ന് ഫോഴ്സിൽ നിന്ന് ചോദിക്കും. ഈസി ക്വസ്റ്റൻ ആയിരിക്കും, ഒരിക്കലും അത് തെറ്റിക്കരുത്. ഓക്കെ, നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പ്ലാൻ പറഞ്ഞാൽ ഏതെങ്കിലും 5-10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം തിരഞ്ഞുപിടിച്ച് ആൻസർ ചെയ്യലല്ല, റൈറ്റ്? ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്, റൈറ്റ്? ആൻസർ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. സോ അതിന് പറ്റിയൊരു ചാപ്റ്ററാണ് ഫോഴ്സ്, ബലം. കാരണം എന്താ, ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. സോ നമ്മൾ ഡീൽ ചെയ്ത്, റൈറ്റ്? സ്റ്റേഷനറി ആവാന്ന് പറഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, റൈറ്റ്? അതായത് ഇവിടെ ഒരു F ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും F ആയിരിക്കണം. ഇവിടെ ഒരു 5 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 5 ന്യൂട്ടൺ ആയിരിക്കണം. ബാലൻസ് ഈച്ച് അതർ. ഇവിടെ 10 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബോക്സ് അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങും. സോ
അവിടെ സ്റ്റേഷനറി അല്ല, മോഷൻ സംഭവിക്കും. വേറെ ഓപ്ഷനൊക്കെ നിങ്ങൾ നോക്കിയാൽ തെറ്റാണ്, റൈറ്റ്? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ വേണമെന്നില്ല ഒരു സാധനം മൂവ് ചെയ്യാൻ, റൈറ്റ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റനിലൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, ഇനിയോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് നോട്ട് എ കോൺടാക്ട് ഫോഴ്സ്. കോൺടാക്ട് ഫോഴ്സ് തന്നെ വേണമെന്നുണ്ടോ ഒരു എന്താണ് വസ്തു മൂവ് ചെയ്യാനേ? വേണ്ട, നോൺ കോൺടാക്ട് ഫോഴ്സ് ആയാലും മതി, റൈറ്റ്? മാഗ്നറ്റ് നമുക്ക് അറിയുന്നതാണ് ഒരു നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്, പിടിച്ച് എന്താണ് അട്രാക്ട് ചെയ്യും, റൈറ്റ്? മൂവ് ചെയ്യും, റൈറ്റ്? സോ ദർ ഇസ് നോ ആക്ഷൻ ഓഫ് എനി ടൈപ്പ് ഓഫ് ഫോഴ്സ്. അങ്ങനെയല്ല, റൈറ്റ്? ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് വേണം, എന്നാലേ സ്റ്റേഷനറി ആവുള്ളൂ. ഫോഴ്സ് ഒരു വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ ഒരു ഫോഴ്സും കൂടാതെ അയാൾ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? സോ ഓപ്ഷൻ ഇതാണ് കറക്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാലൻസസ് ഈച്ച് അതർ, ആ ഓപ്ഷൻ വേണം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരിക, മിസ് ചെയ്യരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സമ്പർക്ക ബലം ഏത്? അതായത് കോണ്ടാക്ട് ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചത്, റൈറ്റ്? ഈ ഓപ്ഷൻസിൽ കോണ്ടാക്ട് ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ പറഞ്ഞേ, റൈറ്റ്? ഒരു ആപ്പിൾ, റൈറ്റ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുന്ന ആരാ? ന്യൂട്ടൺ, റൈറ്റ്? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണത് അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണോ? റൈറ്റ്? അല്ല. കാരണം എന്താ? ഭൂമിയും ആപ്പിളും തമ്മിൽ യാതൊരു എന്താണ് കോണ്ടാക്ട് ഇല്ല, റൈറ്റ്? ഒരു സമ്പർക്കം ഇല്ല. സോ അത് കോണ്ടാക്ട് ഫോഴ്സ് അല്ല, ഇയാൾ കോണ്ടാക്ട് ഫോഴ്സ് അല്ല. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് അല്ല, റൈറ്റ്? നമുക്കറിയാം മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണമെങ്കിൽ റിപ്പൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ മതി, അതിനെ കൊണ്ടുപോയി കൂട്ടിമുട്ടിക്കണ്ട, റൈറ്റ്? സോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ്, യെസ്, കറക്റ്റ്. അല്ലെങ്കിൽ ഘർഷണ ബലം, റൈറ്റ്? ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. എന്താണ് ഫ്രിക്ഷൻ ഫോഴ്സ്? നമുക്കറിയാം, റൈറ്റ്? ഇതിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് ഉണ്ടാവും, റൈറ്റ്? അതിന് നമ്മൾ എന്ത് പറയും? ഘർഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, റൈറ്റ്? ഈവൻ ഇത് ഇവിടെ വെച്ചാൽ തന്നെ ഇതിൻ്റെ ഉള്ളൊരു എന്താണ് ഒരു ഘർഷണൽ ഫോഴ്സ് ഉണ്ട്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, റൈറ്റ്? നമ്മളതിനെ സ്റ്റേഷനറി ഫ്രിക്ഷൻ എന്നൊക്കെ പഠിക്കും, റൈറ്റ്? സ്റ്റേഷനറി ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, റൈറ്റ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, റൈറ്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയോ സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതല്ല, റൈറ്റ്? നമുക്കറിയുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? വേണ്ട? ഒരു കോണ്ടാക്ട് വേണ്ട, റൈറ്റ്? കോണ്ടാക്ട് ഫോഴ്സ് ഏതാണെന്ന് ചോദ്യം നമുക്കറിയാം, റൈറ്റ്? നിങ്ങളൊരു സ്കെയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്കെയിൽ എടുത്തിട്ട് നമ്മളെ തലമുടിയിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒരു പേപ്പറിൻ്റെ അടുത്തോട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ആ പേപ്പർ അട്രാക്ട് ചെയ്യും. കാരണം എന്താ? ഇതിനൊരു ചാർജ് കിട്ടും, റൈറ്റ്? ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. സോ നമ്മളെ ഈ പെന്നിന് അല്ലെങ്കിൽ സ്കെയിലിന് എന്തുണ്ടാവും? ഒന്നെങ്കിൽ ഇലക്ട്രോൺസ് നമ്പർ കൂടും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറയും. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചാർജ് ആവും നമ്മൾ പറയാം, റൈറ്റ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കിട്ടും. സോ അത് പോസിറ്റീവ് ആയിട്ടുള്ള വസ്തുവിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, റൈറ്റ്? സോ ക്വസ്റ്റ്യൻ വേറെ രീതി വന്നാലോ? അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ആൻസർ ചെയ്യണം, റൈറ്റ്? നിങ്ങൾക്ക് ചോദിക്കുകയാണ് ഏതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് ചോദിച്ചിട്ട് വേറെ കുറച്ച് കോണ്ടാക്ട് ഫോഴ്സസും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ചെന്നാൽ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻസർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ, റൈറ്റ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത് മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക, റൈറ്റ്? മോഷന്റെ ഓപ്പോസിറ്റ്, റൈറ്റ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയുന്നതാണ് നമ്മളൊരു ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ആപ്പിളിൻ്റെ കേസെല്ലാം പറഞ്ഞു, റൈറ്റ്? താഴോട്ട് വീഴുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. അവിടെ ഭൂമിയും ഈ ബോളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. സോ ഇറ്റ്സ് എ നോൺ കോണ്ടാക്ട് ഫോഴ്സ്, റൈറ്റ്? നോൺ കോണ്ടാക്ട് ഫോഴ്സസിൻ്റെ എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, റൈറ്റ്? ടെൻഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു വലിക്കുമ്പോൾ റോപ്പ് പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ എന്താണ് അതിലുണ്ടാവുന്ന ഫോഴ്സിന് നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന നമ്മൾ പിടിച്ചു വലിക്കുന്നതിന് ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ഫോഴ്സിന് നമ്മൾ ടെൻഷൻ എന്നാണ് പറയാം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മകളാണ്, ഈസി ആയിട്ട് ആലോചിച്ചാലും കിട്ടും, റൈറ്റ്? ഓക്കെ, അടുത്തത് ഈസി ക്വസ്റ്റ്യൻ. ആസ് ഐ സെഡ്, ഇതിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് കളയാൻ പാടില്ല ഈ ചാപ്റ്ററിന്. നോക്കണം, ലൂബ്രിക്കൻസ് ആർ യൂസ് ടു, സ്നേഹകങ്ങൾ, അതായത് മലയാളത്തിൽ ലൂബ്രിക്കൻസ് നമ്മൾ പറയുന്ന പേരാണ് സ്നേഹങ്ങൾ, റൈറ്റ്? സ്നേഹകങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തിനാടാ? മലയാളം എഴുത്തിലുള്ളവർക്ക് ഇൻക്രീസ് ഫ്രിക്ഷൻ, റെഡ്യൂസ് ഫ്രിക്ഷൻ. ഈസി ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ചെയ്യാനാണ്, റൈറ്റ്? ഘർഷണം കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്നേഹങ്ങൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഗ്രീസൊക്കെ, റൈറ്റ്? നിങ്ങൾ സ്കൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, റൈറ്റ്? നമ്മൾ ഗ്രീസോ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ചെയിനിന്. കാരണം എന്താ? അത് നമ്മൾ തുരുമ്പിടിക്കാതിരിക്കാൻ, റൈറ്റ്? തുരുമ്പിടിക്കാതിരിക്കാൻ, അഘർഷണൽ ഫോഴ്സ് ഒഴിവാക്കാൻ, റൈറ്റ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഒഴിവാക്കാൻ. സോ അതല്ലാതെ വേറെ നിങ്ങൾ ചാപ്റ്ററിൽ പറയുന്നതാണ് ആരെ? സ്ട്രീം ലൈനിങ്, റൈറ്റ്? സ്ട്രീം ലൈനിങ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ വേറെ ക്വസ്റ്റൻ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് സ്ട്രീം ലൈനിങ് എന്തിനാണ് യൂസ് ചെയ്യാന്നൊക്കെ ചോദിക്കാം, റൈറ്റ്?
സ്ട്രീം ലൈനിങ് നമുക്ക് അറിയുന്നതാണ്, റൈറ്റ്. ഇതൊരു എയറോപ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് പ്രത്യേക ഷേപ്പിലായിരിക്കും. കാരണം എന്തിനാ, ഈ ഒരു വായും അതായത് എയറും ഇയാളും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി, റൈറ്റ്. എയർ ഇങ്ങനെ പോകാൻ വേണ്ടി ഇവിടുത്തെ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രീം ലൈനിങ് ചെയ്യുന്നത്. ആ ഒരു ഷേപ്പിൽ എന്താണ് നമ്മൾ ഇതിനുണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, സ്ട്രീം ലൈനിങ്. ഓക്കെ, പിന്നെ നമ്മൾ ബോൾ ബിയറിങ്സ് പഠിച്ചിട്ടുണ്ട്, റൈറ്റ്. ബോൾ ബിയറിങ്സ് നമ്മൾ കാറിൻ്റെ ടയറിലൊക്കെ ഉണ്ടാവുന്ന ബോൾ ബിയറിങ്സ്, റൈറ്റ്. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. സോ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ലൂബ്രിക്കൻസ്, ബോൾ ബിയറിങ്സ്, പിന്നെന്താ സ്ട്രീം ലൈനിങ്. സോ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ റൈസ് ഈസ് ഗ്രൈൻഡഡ് ഇൻ എ കിച്ചൺ ഗ്രൈൻഡർ? അതായത് നമ്മളൊരു ഗ്രൈൻഡറിൽ അരി അരക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണെന്ന് ചോദിച്ചു. എങ്ങനെയാണ് അത് കാണാം? ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് അങ്ങ് റിമൂവ് ചെയ്യാം, റൈറ്റ്. സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ് ആൻസർ. കാരണം എന്താ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താടാ, ബാക്കി ഓപ്ഷൻസ് നമുക്ക് അങ്ങ് റിമൂവ് ചെയ്തൊക്കെ നോക്കിയാൽ മതി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏതാ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് ഇയാളിങ്ങനെ ഒരിടത്ത് നിൽക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ് നമ്മൾ എന്ത് പറയാം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. നിങ്ങൾ അരി അരക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൈൻഡിൽ ചെയ്യുമ്പോൾ ആ അരി അവിടെ തന്നെ നിൽക്കണോ? അല്ലല്ലോ, അങ്ങനെ പിടിച്ചിങ്ങനെ കറങ്ങണം, റൈറ്റ്. സോ എന്താ പറയുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തെറ്റായ ഉത്തരമാണ്. അതായത് നിശ്ചല ഘർഷണം, റൈറ്റ്. നിശ്ചല ഘർഷണം തെറ്റായ ഉത്തരവാണ്. സ്ലൈഡിങ് ഫ്രിക്ഷൻ എങ്ങനെയാണ്, നിങ്ങൾ അരി അലക്കുമ്പോൾ സോ അത് പിടിച്ചിങ്ങനെ ആ നെയിൽസിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാണ്, റൈറ്റ്. അതുകൊണ്ട് നമ്മളതിനെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് നിരങ്ങൽ, മലയാളത്തിൽ നിരങ്ങൽ ഘർഷണം എന്ന് പറയാം. ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ റോൾ ചെയ്യുമ്പോഴുള്ള ഘർഷണമാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ, അതായത് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. അത് തെറ്റായ ഓപ്ഷനാണ്. കാരണം എന്താ, നിങ്ങൾ അരി അലക്കുമ്പോൾ എപ്പോഴെങ്കിലും റോൾ ചെയ്യുന്നുണ്ടോ? റോളിംഗ്, റൈറ്റ്. റോളിംഗ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ടയറെല്ലാം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ, റൈറ്റ്, അപ്പോഴുള്ള ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡ് ചെയ്യുമ്പോൾ ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഒരു നിൽക്കുമ്പോൾ ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ അരി ഇങ്ങനെ എന്താണ് ഗ്രൈൻഡറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. സോ റോളിംഗ് ഫ്രിക്ഷൻ തെറ്റാണ് ഉത്തരം. സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ് ഉത്തരം. സോ ഇങ്ങനെ ആ നെയിൽസ് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ അത് അരഞ്ഞു വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എന്താണ്, കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, സോ ഓക്കെ, ഞാൻ പറഞ്ഞേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞേ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞേ, റോളിംഗ് ഫ്രിക്ഷൻ എന്താന്ന് പറഞ്ഞേ, റൈറ്റ്. ഓക്കെ, അടുത്തത് വിസ്കോസിറ്റി കൂടിയ ദ്രാവകം ഏത്? വിച്ച് ലിക്വിഡ് ഹാസ് ദ ഹയസ്റ്റ് വിസ്കോസിറ്റി? ഓക്കെ, വിസ്കോസിറ്റി എന്താണ്, ചിലവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. എന്താണ് വിസ്കോസിറ്റി? ഒരു ലിക്വിഡിനെ അങ്ങോട്ട് പോവാനുള്ള ഒരു ഇന്നബിലിറ്റി അല്ലെങ്കിൽ പോവാനുള്ള ഒരു മടി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ആർക്കിടത്തിൽ ഏറ്റവും പോകാനുള്ള അല്ലെങ്കിൽ ഒഴുകാനുള്ള ഒരു മടിയുള്ള ആൾക്കാരെ ഹണി, തേൻ, ഇതാണ് ആൻസർ. മണ്ണെണ്ണ, സ്പിരിറ്റ്, പെട്രോളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തേൻ എന്താണ് നിങ്ങൾ അറിയാം, റൈറ്റ്. തേൻ നിങ്ങൾ സ്പൂൺ എടുത്താൽ ഇങ്ങനെ മെല്ലെ സ്ലോ ആയിട്ട് അതിങ്ങനെ താഴോട്ട് വീഴുള്ളൂ, റൈറ്റ്. കാരണം എന്താ, അതിൻ്റെ വിസ്കോസിറ്റി ഹൈ ആയതുകൊണ്ടാണ്, റൈറ്റ്. മണ്ണെണ്ണ, സ്പിരിറ്റ്, പെട്രോള്, വെള്ളമൊക്കെ എന്താണ് നമ്മളിങ്ങനെ ആക്കിയാൽ അല്ലെങ്കിൽ അങ്ങ് ഒഴിച്ചാൽ ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പോകും. കാരണം അതിൻ്റെ വിസ്കോസിറ്റി കുറവാണ്, റൈറ്റ്. അതിൻ്റെ പരസ്പരം ഇത് നമ്മൾ ഒരു ലിക്വിഡാന്ന് വെച്ചോ. ഓക്കെ, ലിക്വിഡ് നമ്മൾ പല ലേയേഴ്സ് ആക്കി എടുത്താൽ ഇവർ തമ്മിലുള്ള ഈ എന്താണ് ഇവിടെ തമ്മിലുള്ളൊരു കോണ്ടാക്ട് ഫോഴ്സ്, ഓപ്പോസിറ്റിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് കൂടുതലാണ്. ആർക്ക്? ഹണിക്ക്. ഈ കോണ്ടാക്ട് ഫോഴ്സ് കൂടുതലാണ്. ഇവിടെയോ മണ്ണെണ്ണ, സ്പിരിറ്റ്, പെട്രോള്, വെള്ളമൊക്കെ എടുത്താൽ ഈ കോണ്ടാക്ട് ഫോഴ്സ് എന്തുണ്ടാവും? കുറവായിരിക്കും. ഈ കോണ്ടാക്ട് ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ, അതൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എന്നൊന്നും നിങ്ങൾക്ക് NMOC പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇയാൾക്ക് ഒഴുകാനുള്ള കഴിവ് ആർക്കാണോ ഈസി ആയിട്ട് ഒഴുകുന്നത് അവരാണ് ആര് എന്താണ് വിസ്കോസിറ്റി ഏറ്റവും കുറവുള്ള ആൾക്കാർ. ഒഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് വിസ്കോസിറ്റി കൂടുതലുള്ള ആൾക്കാർ. തേൻ, ഹണി ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അറിയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വിസ്കോസിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് ഈസി ക്വസ്റ്റ്യൻ, ബാലൻസ്ഡ് അൺബാലൻസ്ഡ് എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് എന്നുള്ള എക്സാമ്പിൾ. ടു മൂവ് എ കാർ, ഒരു കാറിനെ ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ്, ഒരു കാറോ ബസ്സോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ചലിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇന്റേണലി. തെറ്റാണ്, റൈറ്റ്. ഇന്റേണൽ ഫോഴ്സ് നിങ്ങൾ കണ്ടാൽ ഉത്തരം തെറ്റാണ്. ഇന്റേണൽ ഫോഴ്സിനെ ഒരാളെ ചലിപ്പിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഞാനിവിടെ ഒരു കസാലി ഇരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെ തന്നെ തള്ളിയാലേ ഞാൻ മൂവ് ചെയ്യോ? ഇല്ല, മൂവ് ചെയ്യില്ല. കാരണം എന്താ, ഞാൻ കൊടുക്കുന്നത് ഇന്റേണൽ ഫോഴ്സാണ്. എന്നെ ഇവിടെ വന്നിട്ട് വേറൊരാൾ പിടിച്ച് തള്ളിയാൽ ഞാൻ മൂവ് ചെയ്യും. കാരണം എന്താ, അത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. എക്സ്റ്റേണൽ ഫോഴ്സ് ആയാൽ മാത്രം പോരാ, അൺഈക്വൽ ആവണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ തള്ളണം, റൈറ്റ്. സോ ഓപ്ഷൻ ഏതാ? ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ എക്സ്റ്റേണലി. കാറിന് പുറത്തു നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. ദെൻ എന്താ,
ഇവിടെ നിന്നിട്ട് എന്നെ ഇവിടുന്ന് ഒരാളും തള്ളി ഇവിടുന്ന് ഒരാളും തള്ളി, ഈക്വൽ ഫോഴ്സസിൽ തള്ളിയാൽ എന്ത് സംഭവിക്കും? ഞാൻ മൂവ് ചെയ്യില്ല. രണ്ടാളും കൂടി ഒരു സൈഡിൽ നിന്ന് തള്ളിയാലോ ഞാൻ അങ്ങനെ മൂവ് ചെയ്യും, റൈറ്റ്? അതാണ് ഇവിടെ പറയുന്നത്. ഫോഴ്സസ് മസ്റ്റ് ബി അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈ ഓപ്ഷൻ തെറ്റാൻ കാരണം എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇവിടുന്ന് ഒരേ ഫോഴ്സസ് തള്ളിയാലേ ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇന്റേണൽ ഫോഴ്സസിനെ ഒരാളെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവില്ല. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആവണം, അൺബാലൻസ്ഡ് ഫോഴ്സ് ആവണം, റൈറ്റ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആവണം, എക്സ്റ്റേണൽ ഫോഴ്സ് ആവണം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എല്ലായിടത്തും പഠിക്കുന്ന, റൈറ്റ്? നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നതാണേ, പിന്നെയോ ഫിസിക്സ് പഠിക്കുന്നതാണ്, എല്ലായിടത്തും പഠിക്കുന്ന. വിളക്കിലെ തിരിയിൽ എണ്ണ വലിച്ചെടുക്കുന്നത് ഡാഷ് മൂലമാണ്. അതായത് ദ ഓയിൽ ഈസ് ഡ്രോൺ ഇൻ ടു ദ വിക്ക് ഓഫ് ലാമ്പ് ഡ്യൂ ടു ഏത് ഫോഴ്സ് ആണ്? നമുക്കറിയാം, ചില വീട്ടിലൊന്നും ഇതുണ്ടാവില്ല, മണ്ണെണ്ണ വിളക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ലിക്വിഡ് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ മുകളിലെത്തുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. മണ്ണെണ്ണ ഈ കത്തുന്ന സ്ഥലത്തെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത്. നമുക്കറിയാം അതിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ട്, റൈറ്റ്? ഒരു ക്ലോത്ത് കൊണ്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ട്, റൈറ്റ്? ആ ക്ലോത്തുമ്പോൾ കൂടെ ഇങ്ങനെ മെല്ലെ 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 എന്താണ് ഈ മണ്ണെണ്ണ മുകളിലോട്ട് വന്നിട്ട് അതാണ് നമ്മൾ തിരിയിലെത്തുന്നത്, റൈറ്റ്? സോ അതാണ് തിരിയിൽ അല്ലെങ്കിൽ വിക്കിലെത്തുന്നത്. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഏതാടാ? നമുക്കറിയാം കാപ്പിലറി, റൈറ്റ്? കാപ്പിലറി ആക്ഷൻ ആണെന്നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? ഇതിൻ്റെ ഈ നിങ്ങൾ വേറെ കുറേ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കെമിസ്ട്രി ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? നിങ്ങൾ അതെല്ലാം ആലോചിച്ച് നോക്കുക, റൈറ്റ്? ഇതിൻ്റെ ഈ എന്താണ് ഡയമീറ്റർ കൂടിയാൽ കാപ്പിലറി ആക്ഷൻ കുറവായിരിക്കും. ഇവിടെ എത്തുന്നുള്ളെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ കാപ്പിലറി ആക്ഷൻ നല്ല ഉണ്ടാവും, ഇവിടേക്ക് എത്തിക്കോളും, റൈറ്റ്? സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സോ ഇത് കെമിസ്ട്രിയും കൂടി റിലേറ്റഡ് ആണ്, റൈറ്റ്? കാപ്പിലറി ആക്ഷൻ ആണ് നമ്മളെ വിളക്കിൽ തിരിയിലോട്ട് ഈ മണ്ണെണ്ണ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ബലം, റൈറ്റ്? പ്രതലബലമല്ല. സോ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓപ്ഷൻസിലോട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. പ്രതലബലമല്ല, റൈറ്റ്? സർഫസിലെ ടെൻഷനാണ് നമ്മൾ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം എന്ന് പറയാം, റൈറ്റ്? അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് സ്ഫിയറിക്കൽ ഷേപ്പിൽ കാണാൻ കാരണം പ്രതലബലമാണ്, സർഫസ് ടെൻഷനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിതിൽ കുറച്ച് വെള്ളം എടുത്താൽ ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും കാണാം. കാരണം എന്താ? അതിൻ്റെ സർഫസ് ടെൻഷനാണ്, റൈറ്റ്? കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. കൊഹീഷൻ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ കൊഹീഷൻ എന്ന് പറയും. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ എന്ത് പറയും? അഡീഷൻ എന്ന് പറയും. ഓക്കെ, ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് സെയിം കൊഹീഷൻ. ഓക്കെ, അഡീഷൻ ഓപ്പോസിറ്റ്, കൊഹീഷൻ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, ഓപ്പോസിറ്റ് എന്ന് പഠിക്കാൻ പാടില്ല, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ എല്ലായിടത്തും പഠിക്കുന്ന, റൈറ്റ്? അത് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ, റൈറ്റ്? ഒന്നെങ്കിൽ കുറച്ചും നമ്മളൊന്ന് ആലോചിച്ചില്ല, നമ്മൾ ലോജിക്ക് വെച്ചിട്ട്. ഇപ്പോൾ ഹണി എന്നുള്ള ആ ക്വസ്റ്റ്യനൊക്കെ, റൈറ്റ്? അങ്ങനത്തെ ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ പിന്നെ ഈ ബാലൻസ്ഡ് ഫോഴ്സ്, റൈറ്റ്? നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, റൈറ്റ്? എങ്ങനെയാണ് നടക്കുന്നത്, റൈറ്റ്? എന്താടാ? കേശീകത്വം, റൈറ്റ്? കേശീകത്വമാണ് ഇവിടെ നടക്കുന്നത്. കേശീകത്വം, റൈറ്റ്? കാപ്പിലറി ആക്ഷൻ, സോറി. ഓക്കെ, സോ ഇവിടെ നിന്നുള്ള വെള്ളം ഇതിലൂടെ ഇങ്ങനെ കേശീകത്വം അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ വഴി മുകളിലോട്ടെത്തി ഈ എന്താണ് അടുത്ത ബീക്കറിലോട്ട് പോകുന്നേ. ഓക്കെ, സോ ബോയൻസി അല്ലെങ്കിൽ പ്ലക്ഷമ ബലം എന്നൊക്കെ മലയാളത്തിലുള്ളവർ പഠിക്കും. കുറച്ച് ബുദ്ധിമുട്ടുള്ള വെക്കാണ്, റൈറ്റ്? പ്ലവക്ഷമ ബലം, റൈറ്റ്? ബോയൻസി ഫോഴ്സ്. ഓക്കെ, അതായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, റൈറ്റ്? എന്താണ് ഈ ബോയൻസി ഫോഴ്സ്? നിങ്ങൾ വെള്ളത്തിലൊക്കെ പോകണമെങ്കിൽ ആരും ഒറ്റക്കൊന്നും വെള്ളത്തിൽ പോരുത്, റൈറ്റ്? നീന്താൻ അറിയുന്ന പോലെ മാത്രം. ഓക്കെ, അത് ഒഴുക്കുള്ള വെള്ളത്തിലൊന്നും പോരുത്. സോ നിങ്ങൾ കുറച്ച് വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റ്, കുറച്ച് വെയിറ്റുള്ള ഒബ്ജക്റ്റ് എന്താണ് വെള്ളത്തിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ടിട്ട് ആ ഒന്ന് വെയിറ്റും എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിൽ അതിൻ്റെ വെയിറ്റ് കുറവാണെന്ന് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ഇവിടെ പൊക്കാൻ ബുദ്ധിമുട്ടുള്ള ഒബ്ജക്റ്റ് വെള്ളത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നീന്തുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരു നിങ്ങളെ വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. കാരണം എന്താ? അതിനെ നമ്മൾ എന്ത് പറയും? ബോയൻസി ഫോഴ്സ് പറയും, റൈറ്റ്? ഇതിവിടെ ഒരു ഒബ്ജക്റ്റ്, ഇതിൻ്റെ വെയിറ്റ് 7 കിലോഗ്രാമാണ്. ഓക്കെ, 7 കിലോഗ്രാമാണ്. ഇവിടെ നമ്മളത് വെള്ളത്തിലിട്ട് തൂക്കി നോക്കിയപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാടാ? 5 കിലോഗ്രാം. കാരണം എന്താ? ഇതിനെ ഇവിടെ വെള്ളം ഇയാളെ താങ്ങി പിടിച്ച് നിർത്തും. അതിന് നമ്മൾ ബോയൻ ഫോഴ്സ് എന്ന് പറയും. അത് 2 കിലോഗ്രാം ഇതിൻ്റെ വെയിറ്റിൽ റിഡക്ഷൻ നടന്നേ, റൈറ്റ്? 7 കിലോഗ്രാം ആയിരുന്നു, ഇപ്പോൾ 5 കിലോഗ്രാമായി. കാരണം എന്താ? 2 കിലോഗ്രാം വെള്ളം അങ്ങ് ഏറ്റെടുത്തു, റൈറ്റ്? ബോയൻസി ഫോഴ്സ്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കും, റൈറ്റ്? ബോയൻ ഫോഴ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനോട്ട് നോക്കാം.
If the weight of an object in air is 40 Newton and the weight of water is 30 Newton, what is the buoyant force? Easy question, right? ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം 40 ന്യൂട്ടണും ജലത്തിലെ ഭാരം 30 ന്യൂട്ടണും ആണെങ്കിൽ പ്രക്ഷോഭ ബലം എന്താണ്? അതായത് ബോയിന്റ് ഫോഴ്സ് എത്രയാണ്? ഒന്നുമില്ല, 40 ന്യൂട്ടനാണ് പുറത്ത് വെച്ചപ്പോൾ, വെള്ളത്തിൽ വെച്ചപ്പോൾ എത്ര ന്യൂട്ടനായി? 30 ന്യൂട്ടനായി. അപ്പോൾ എത്രയുടെ എന്താണ് ബോയിൻസി ഫോഴ്സ്? 10 ന്യൂട്ടൺ. ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇവിടുത്തെ അതുപോലെ തന്നെ, ഇവിടെ 7 കിലോഗ്രാം 5 കിലോഗ്രാമായി. സോ ബോയിൻസി ഫോഴ്സ് 2 ആയിരുന്നു. ഇവിടെ 40 30 ആയി. സോ ബോയിൻസി ഫോഴ്സ് എത്രയാ? 40 മൈനസ് 30, 10 ന്യൂട്ടൺ. ഈസി ക്വസ്റ്റ്യൻ. സോ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോഴ്സ് ബലത്തിൽ നിന്ന് നമുക്ക് NMMSക്ക് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈസി ചാപ്റ്റർ ആണ് ഇത്. ഭാവിയിൽ 9ാം ക്ലാസ്സിലൊക്കെയാണ് നിങ്ങൾ കുറേ കാര്യങ്ങളിൽ പഠിക്കുന്നത്, റൈറ്റ്? ലോസ് ഓഫ് മോഷൻ, അങ്ങനെ 3 ലോസ് ഓഫ് മോഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ് പഠിക്കും. ഓക്കെ, സോ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കും. സോ ഇതിൻ്റെ ഒരു ബേസ് ആണ് നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ NMMSക്ക് എന്താണ് ഈ വെരി ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് ചോദിക്കാം. ആരും ഫോഴ്സിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം തെറ്റിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെന്താണ്, ഒരു ലോജിക്ക് വെച്ച് ചെയ്ത് നോക്കുക, റൈറ്റ്? ഇപ്പോൾ നമ്മളെ സ്ലൈഡിങ് ഫ്രിക്ഷൻ്റെ ഒക്കെ കാര്യം, റൈറ്റ്? ഗ്രൈൻഡറിലുള്ള സ്ലൈഡിങ് ഫ്രിക്ഷൻ, പിന്നെ ഫ്രിക്ഷന്, ലൂബ്രിക്കൻസ്, പിന്നെന്താണോ ബാലൻസ്ഡ് അൺബാലൻസ് ഫോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റിനെ ചിലപ്പോൾ മിക്കവാറും അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്, പിന്നെയോ ഫ്രിക്ഷൻ, ലൂബ്രിക്കൻസ്, പിന്നെ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണം ഒരാളെ മൂവ് ചെയ്യിക്കാൻ. സോ അതിനുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്ത്, ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുക. പിന്നെ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സബ്ജക്റ്റിനും പഠിക്കുക, മാറ്റ് പഠിക്കുക, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഒക്കെ പഠിക്കുക. എല്ലാവരും NMMSC നന്നായിട്ട് എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. പിന്നെയോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് NMMSCക്ക് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.